ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയും മനുവും കൂടി ആലോചിക്കുന്നുണ്ട് ഈ പ്രശ്നം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. അപ്പം മനു പറയാണ്, അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, അങ്കിൾ തന്നെ ഒന്ന് സോൾവ് ആക്കണം, കുറച്ചൊക്കെ ക്ഷമിക്കാൻ കഴിയണം, അതല്ലേ വലിയ മനസ്സ്. ഇല്ല, അച്ഛൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. അച്ഛൻ്റെ ചങ്കില് കാട്ടുതീ പോലെ കത്തിക്കൊണ്ടിരിക്കുക കൊല്ലപ്പള്ളിക്കാർ കാണിച്ച ചെവി. ശിവനങ്കളിനോടും രാജീവങ്കളിനോടും അച്ഛൻ സംസാരിച്ചത് മനുവേട്ടൻ കേട്ടതല്ലേ? ചുട്ടു പഴുത്ത ഇരുമ്പ് പോലെയാണ് അച്ഛൻ. അതിലോട്ട് എന്ത് സമാധാന വാക്ക് കൊണ്ടിട്ടാലും അപ്പം തന്നെ എരിഞ്ഞു പോവും. എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. എന്തായാലും എന്നെ തല്ലാനൊന്നും വരത്തില്ല. എനിക്ക് പേടിയാണ്. അയ്യോ, എനിക്ക് പേടിയാണ്. ഞാനിവിടെ വന്നതേ തെറ്റ്. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെയാണെങ്കിലും സത്യങ്ങളെല്ലാം പുറത്തു പോയതും തെറ്റല്ലേ? പിന്നെ എങ്ങോട്ട് പോകാൻ വയ്യാതെ ഞാനിവിടെ കുടുങ്ങി കിടക്കുന്നതും തെറ്റ്. അലീന, ഞാൻ നിന്നൊന്ന് ചോദിക്കട്ടെ, നിൻ്റെ അമ്മ നിന്നെ തിരിച്ചറിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടോന്നോ? 1000 തവണ ഉണ്ട്, ഒരുപാട്. എനിക്കത് അത്രയ്ക്ക് കൊതിയാണ്. എന്നെ ഒന്ന് അമ്മയെന്ന് വിളിച്ചെങ്കിലെന്ന്. എനിക്കൊന്ന് അമ്മയെന്ന് വിളിക്കാനും എന്നെ ഒന്ന് മോളേന്ന് വിളിക്കാനും. പക്ഷേ അതുകൊണ്ട് ആരും വേദനിക്കാൻ ഇടവരാൻ പാടില്ല. കൃഷ്ണമോളെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് അലീന ചേച്ചിയെ സ്വന്തം അമ്മ മനസ്സിലാക്കുന്നതല്ലേ ഏറ്റവും വലിയ സംഗതി? അതെ, എനിക്കത് ഓർക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. പക്ഷേ അച്ഛനും അമ്മയും പിന്നീട് ഒരിക്കലും അടുക്കത്തില്ല, അവർ വേർപിരിഞ്ഞു പോവും. അതുകൊണ്ടാണ് എനിക്ക് പേടി. ഞാൻ എന്തായാലും അങ്കിളിനെ ഒന്ന് കാണട്ടെ, സംസാരിച്ച് നോക്കാമല്ലോ എന്ന് മനു പറഞ്ഞിട്ട് അവിടെ എണീറ്റ് അങ്ങ് പോവാണ് നേരെ റൂമിലേക്ക്. അങ്ങനെ മനു വന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, കയറി വാ, ഞാൻ ഇത്തിരി അല്പം ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നിങ്ങൾ എന്തുമായിരുന്നു അവിടെ? അല്ല, ഞങ്ങളിവിടെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എന്താ സംസാരിച്ചത്? അല്ല, അങ്കിളുടെ കയ്യിലാണല്ലോ ചില ആൾക്കാരുടെ ജീവിതത്തിൻ്റെ താക്കോല്. വേറെ ആർക്കും തുറക്കാൻ പറ്റത്തില്ല. ഓ, എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൻ്റെ താക്കോല് പോലും ഇല്ല, പിന്നെയാണോ? അങ്കിളിന് ഒരു കാര്യം അറിയോ? ഈ വീട്ടിൽ ആർക്കും ഒരു സമാധാനമില്ല. എല്ലാവരും വല്ലാത്തൊരു മുറുക്കത്തിൽ നിൽക്കുകയാണ്. ആർക്കും ആരെയും വിശ്വാസമില്ല, പരസ്പര വിശ്വാസമില്ല. എന്തൊരു ദുരിത ജീവിതം. ആർക്കും പരസ്പര സ്നേഹമില്ല. എടാ, ഇതൊക്കെ ആരാ വരുത്തി വെച്ചത്? ഞാനില്ലല്ലോ. ചില മനുഷ്യരുടെ ദുർനടപ്പ്. നിരപരാധിയും നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരനെ ചതിച്ചു, അതിനുള്ള തിരിച്ചടി എന്നാലും കിട്ടും. അതൊക്കെ ശരി തന്നെ അങ്കിളെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അങ്കിളിന് അലീനയോട് വളരെ സ്നേഹമല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഈ വീട്ടിൽ ഒരു സന്തോഷവും സമാധാനവും ഇല്ല. അതറിയോ? കാര്യം അവളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ അവൾ കാരണമാണ് എല്ലാ ദുരിതവും വന്ന് പെട്ടതെന്നാണ്. സത്യം. ശരിക്കും പറഞ്ഞാൽ അത് കാരണമാണോ? അവൾക്ക് ആരെയും ദ്രോഹിക്കേണ്ട, ആരെയും സങ്കടപ്പെടുത്തുകയും വേണ്ട. എല്ലാവരും സ്നേഹത്തോടും ഐക്യത്തോടും കഴിയണം, അതാണ് അവൾക്ക് ഇഷ്ടം. എടാ, ഇതൊന്നും നീ പറയാതെ തന്നെ എനിക്കറിയാം. പക്ഷേ ഇവിടെ രോഹിക്കോ അതുപോലെ കൃഷ്ണമ്മൾക്കോ ബബിതയ്ക്കോ എന്തെങ്കിലും സമാധാനം ഉണ്ടോ? ഇല്ല. അങ്കിളെ, തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. പിന്നെ അവളുടെ ഉള്ളിൽ അവൾ ആൻറ്റി സ്വന്തം മകളാണെന്ന് തിരിച്ചറിയണമെന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം. എടാ, നീ ഇതൊക്കെ എനിക്ക് പറഞ്ഞു തരണോ? അനെ കൊള്ളാം, എനിക്കറിയാം ഇതെല്ലാം. ബൈജയെ അമ്മയെന്ന് വിളിക്കാൻ അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ എൻ്റെ മോളേന്ന് തിരിച്ച് വിളിക്കുന്നത് കേൾക്കാൻ അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്കിളിനെതെല്ലാം അറിയാം. എന്നിട്ടാണോ അങ്കിളിങ്ങനെ? എന്ത് നീ എന്താ പറയുന്നത്? അല്ലെന്നേ, അവരത് പരസ്പരം അറിയട്ടെ അങ്കിളെ. സ്നേഹം കൊണ്ട് വെറുപ്പ് മുട്ടി അവരൊന്ന് കെട്ടിപ്പിടിച്ച് കരയട്ടെ, അതല്ലേ വേണ്ടത്? അത് ശരി, അങ്ങനെയാണോ? അപ്പോൾ ഞാൻ ആരായി? അപ്പോൾ ഞാൻ സർവ്വതും ഉപേക്ഷിച്ച് സർവ്വസംഘ പരിത്യാഗിയായി കാവ്യ കൊടുത്ത് കാശിക്ക് പോകണമല്ലേ? എൻ്റെ ജീവിതം അങ്ങ് അവിടെ ഒതുങ്ങട്ടെ എന്ന് അല്ലേ? എത്ര നാൾ ഒളിച്ചു വെക്കും മകളെ ഈ ഒരു സത്യം? എന്നാലും ഇതൊക്കെ പുറത്ത് വരില്ലേ? അലീന ഒരിക്കലെങ്കിലും പറയില്ലേ? ഇല്ല, അലീന ഒരിക്കലും പറയില്ല. കൃഷ്ണമോള് ഒരിക്കലും പറയില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എത്രയാണെന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇനി ഞാൻ പറഞ്ഞാലോ മകളെ? നീയോ? നിനക്ക് അതിനുള്ള ധൈര്യം കിട്ടണമെങ്കിലേ നീ വേറൊരു ജന്മം കൂടി ജനിക്കണം മനു. അല്ലെങ്കിൽ നീ ഒന്ന് പറഞ്ഞു നോക്ക്. പിന്നെ അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് നിനക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. നീ ഒരു കൊടുങ്കാറ്റായിരിക്കും അഴിച്ചുവിടുന്നത്. നിലവിലുള്ള പല ബന്ധങ്ങളും തകരുന്നത് നിനക്ക് കാണാൻ പറ്റും. പിന്നെ ചില മനുഷ്യർ നിൻ്റെ കൺമുന്നിൽ തന്നെ അപ്രത്യക്ഷമായി പോയെന്നറിയാം. അങ്ങനെയല്ലെങ്കിലേ എന്തെങ്കിലും ഒരിക്കൽ അമ്മ മകളെ തിരിച്ചറിയണ്ടേ? അതല്ലേ നീതി? അത് നിൻ്റെ നീതി. പക്ഷേ എൻ്റെ നീതി അതല്ല. ഞാൻ സ്നേഹിച്ച പെണ്ണ്, ഞാൻ കല്യാണം കഴിച്ച പെണ്ണ് അതിനു മുമ്പ് വേറൊരു പുരുഷനെ പ്രാപിച്ചു, ഗർഭിണിയായി മറച്ചു വെച്ചു. എന്നിട്ട് 23 വർഷം എന്നെ ചതിച്ചു. എല്ലാം മറച്ചു വെച്ചിട്ട് എനിക്കാണ് നീതി കിട്ടേണ്ടത്. അത് എനിക്ക് കിട്ടിയതിന് ശേഷം മതി ബാക്കിയുള്ളവർക്ക്. പിഴച്ചു പറ്റ തള്ള മകളെ തിരിച്ചറിയുന്നതും ആ മകള് അവളെ അമ്മയൊന്ന് വിളിച്ച് കോർമഴി കൊള്ളുന്നതും ഒന്നും എൻ്റെ വിഷയമല്ല. അങ്കിളെന്തിനാ ഇങ്ങനെ രോക്ഷം കാണിക്കുന്നത്? സമാധാനപ്പെട്. ശരിക്കും പറഞ്ഞാൽ ആൻറ്റി തെറ്റുകാരിയാണോ? ആൻറ്റി എല്ലാവരും കൂടെ പറഞ്ഞ് പറ്റിച്ചതല്ലേ?
ഇരിക്കാം. നിൻ്റെ അച്ഛനും കൊച്ചനും വല്യച്ഛനും മുത്തച്ഛനും എല്ലാവരും സകലരും ചേർന്ന് ഇതുപോലെ പല പോക്കത്തിനും കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും എൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം വൈജ ഒന്ന് പ്രസവിച്ചതാണെന്ന് മറച്ചു വെച്ചിട്ട് അവൾ എനിക്ക് താലി കെട്ടാനെടുത്ത് തല കുനിച്ചു തന്നു. അതിനുശേഷം അവൾ അഹങ്കാരം കൊണ്ടും ദാർഢ്യം കൊണ്ടും അവൾ എൻ്റെ മുന്നിൽ നിന്നത് ഇത്രയും വർഷം എങ്ങനെയായിരുന്നു നിനക്കറിയോ? അത് ഞാൻ റീവൈൻഡ് ചെയ്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1-2 കൊല്ലം അല്ലടാ, 23 വർഷമാണ് അവൾ ലോകോത്തര പതിവ്രതയായിട്ട് അവൾ എൻ്റെ അടുത്ത് അഭിനയിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് നീതി കിട്ടണം മനു. പറ. അങ്ങളെ തെറ്റ് ചെയ്തവർക്ക് പശ്ചാത്തപിക്കാം, മാപ്പ് കൊടുക്കാം, അത് ആ തെറ്റ് തിരുത്താനുള്ള അവസരം കൊടുക്കാം. കൊള്ളാം. നമ്മുടെ രാജ്യത്ത് ഒരു തെറ്റ് ചെയ്താൽ അയാളെ പശ്ചാത്തപിക്കാൻ അവസരം കൊടുക്കുകയല്ല ചെയ്യുന്നത്, ശിക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വൈജിക്കൊരു ശിക്ഷ വിധിച്ചിട്ടുണ്ട്, ഞാൻ അവൾക്കൊരു ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതാണ് അവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വീണ്ടും ബാലചന്ദ്രൻ പറയാട്ടോ. ഞാൻ എന്തുകൊണ്ടാണ് അവളോട് സ്നേഹമില്ലാത്തവനെ പോലെ പെരുമാറുന്നതെന്ന് അവൾ അന്താളിച്ച് നിൽക്കണം. അതുപോലെ അത് കണ്ട് പിന്നെ എനിക്കെതിരെ അവളുടെ രക്തം തിളച്ച് മറിയണം. രോഷവും അമർഷവും ഒക്കെ അടക്കാൻ കഴിയാതെ അവൾ കുറേ കോപ്രായങ്ങളുടെ കാണിച്ച് കൂട്ടണം. അതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന വിധിച്ച ശിക്ഷ. ഓ അത് ശരി. അച്ഛനോ കൊച്ചച്ഛനോ ആരെങ്കിലുമൊക്കെ ഈ ഒരു സത്യം തുറന്നു പറഞ്ഞാലേ ആൻറ്റിയോട് പൊത്തം തീർന്നില്ലേ? എടാ, നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും ആരും വൈജയോട് ഈ കഥ തുറന്നു പറയില്ല. അവരുടെ ചങ്ക് വിറയ്ക്കും. അതുപോലുള്ളൊരു ചതിയാണ് അവർ ചെയ്തത്. കൊലപാതക കുറ്റം. അതിന് അവർ ഉത്തരം പറയേണ്ടി വരും. ആരുടെ കൊലപാതകമോ എന്ന് ചോദിക്കുക കേട്ടോ. ഏയ് മനു, അതൊന്നും എൻ്റെ വിഷയമല്ല, നീ വിട്. പിന്നെ പൂച്ചയും ഇലയിട്ട് കളിക്കുന്നത് പോലെ തട്ടിക്കളിക്കില്ലേ, അതുപോലെ ഞാൻ വൈജിയിട്ട് തട്ടിക്കളിക്കുന്നത് കണ്ട് നിൻ്റെ അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കണം. അതെനിക്ക് കാണണം. ഇതൊക്കെയാണ് എൻ്റെ പ്രതികാരം. പിന്നെ കല്യാണത്തിന് മുമ്പ് പിഴച്ച് പ്രസവിച്ച പെങ്ങളെ ഒരു നിരപരാധിയായി ചെറുപ്പക്കാരൻ്റെ മുന്നിൽ തലയിൽ കെട്ടിവെച്ച് കൊടുത്തില്ലേ, അങ്ങനെയുള്ളവന്മാരാണ് ഞങ്ങൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നീറിക്കിടക്കണം അവരുടെ മനസ്സിൽ. അത് ഓർത്തോർത്ത് അവർ മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കണം. മനസ്സിലായോ? നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രൻ മേനോൻ്റെ മുന്നിൽ അവർ 3 പേരും ഇനി തല കുനിച്ച് വേണം നിൽക്കാൻ ആയുഷ്കാലം. അവരുടെ പെങ്ങളുടെ ഭാവി എന്താണെന്ന് ആലോചിച്ച് അവരേത് നേരവും ആകുലപ്പെട്ടുകൊണ്ടേയിരിക്കണം. അവിടെയാണ് എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇതൊക്കെയാണ്. അങ്കിളിന് എല്ലാവരോടും പകയാണോ, പ്രതികാരമാണോ? ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചത് അങ്കിളിന് വലിയൊരു മനസ്സുണ്ടെന്നാ, എല്ലാം പൊറുക്കാനും ക്ഷമിക്കാനും ഒക്കെ. വേണ്ട, നീ അങ്കിളിനെ പറ്റി അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ ഒരു പച്ച മനുഷ്യനാണ്. നീ നോക്കുമ്പോൾ എല്ലാം നിസ്സാരം പോലെ തോന്നും. ബാലചന്ദ്രൻ ഒരു ഭർത്താവ്, വൈജ ഒരു ഭാര്യ, അവൾക്ക് കയ്യബദ്ധപ്പറ്റി ജനിച്ച അലീന എന്ന് പറയുന്ന ഒരു മകള്. ബാലചന്ദ്രൻ ഒരു വിട്ടുവീഴ്ച ചെയ്യുവാണെങ്കിൽ 3 പേർക്കും ഒരു ചുറ്റുമിരുന്ന് ഇലയ്ക്ക് ചുറ്റുമിരുന്ന് ആഹാരം കഴിക്കാം. ഇതിനൊക്കെ കൂട്ടുനിന്ന അച്ഛനും കൊച്ചനും അല്ലേ, എല്ലാവർക്കും കൂടെ നിന്നിരുന്ന് രോമാഞ്ചം കൊള്ളാം. ഇതൊക്കെയാണല്ലേ നീ വിചാരിച്ചു വച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ആരായിന്നാണ് നീ പറയുന്നത്? അല്ല, ഉടനെ മനുവിൻ്റെ രീതി അങ്ങ് മാറിയിട്ടോ. മനു ഉടനെ ബാലചന്ദ്രനോട് പറയാം, താങ്കൾ അലീനയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറും അഭിനയമാണ്. അങ്കിളിനെ റിവെഞ്ച് ചെയ്യാനുള്ള വെറും ഒരു ആയുധം മാത്രമാണ് അലീന. എനിക്കെന്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു മനുഷ്യൻ, ഞാനെന്ന ഭർത്താവ്, ഞാനെന്ന അച്ഛൻ, ഇതെന്താണെന്ന് അലീനയ്ക്ക് നന്നായിട്ട് അറിയാം മനു. ഞങ്ങൾ തമ്മിലുള്ള ബോണ്ട് അത് നീ വിചാരിച്ചാലൊന്നും തകർക്കാൻ കഴിയില്ല. പക്ഷേ അലീന അവളുടെ പെറ്റമ്മയ്ക്കെതിരെ അവൾ എത്ര കാലം നിൽക്കും പറ? അവളുടെ സംരക്ഷണമായിരിക്കും അങ്കിൾ ഇപ്പോൾ. പക്ഷേ അവളുടെ അമ്മയെ വെറുക്കുന്ന ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ ഗാർഡിയനെ കുറേ കാലം കഴിയുമ്പോൾ അവൾ വെറുത്തു തുടങ്ങും അല്ലേ? പ്രതികാരത്തിനും വിദ്വേഷത്തിനും മാത്രമല്ല നിലനിൽപ്പ്, സ്നേഹത്തിനുമുണ്ട് നിലനിൽപ്പ് അങ്കിളെ എന്ന് പറയാട്ടോ. വരട്ടെ, ഒഴുകി വരട്ടെ, സ്നേഹം ഒഴുകി വരട്ടെ, ഞാൻ സ്വീകരിച്ചോളാം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വീണ്ടും മനു പറയാം, ഇതൊക്കെ ഒരു ശാപമാണ് അമ്മയ്ക്കും മകൾക്കും. അവർക്കൊരു ശാപമോഷം വേണ്ടേ അങ്കിളെ എന്ന് മനു എടുത്ത് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയാണ്, വേണം, തീർച്ചയായിട്ടും വേണം, ശാപമോക്ഷം വേണം. പക്ഷേ അത് വൈജയുടെ മരണക്കിടക്കിൽ വെച്ചായിരിക്കണം. എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, അന്ന് ആ മരണക്കിടക്കിൽ ഞാൻ അവളുടെ മുന്നിലേക്ക് അലീനെ നീക്കി നിർത്തിയിട്ട് ഞാൻ പറയും, വൈജയെ, ഈ നിൽക്കുന്നത് നിൻ്റെ സ്വന്തം മകളാണ്. നീ പ്രസവിച്ച് ദ്രോഹിച്ച് കളഞ്ഞ നിൻ്റെ സ്വന്തം മകൾ. നീ ഇത്രയും കാലം അപമാനിച്ചതും ദ്രോഹിച്ചതും കഷ്ടപ്പെടുത്തിയതും ഒക്കെ നിൻ്റെ സ്വന്തം മകളെ തന്നെയാണ്, നീ പ്രസവിച്ച മകളെ തന്നെയാണ് എന്ന് ഞാൻ അങ്ങോട്ട് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ ഒരു ചിരി അങ്ങ് ചിരിക്കാട്ടോ. എന്നിട്ട് പറയണ്ട, അവളപ്പോൾ അന്തം വിട്ട് നോക്കും. അയ്യോ, എൻ്റെ മകളായിരുന്നു ഈശ്വര ഇത്. പശ്ചാത്തപിക്കാൻ ഒരവസരം പോലും അവൾക്ക് അവസരമില്ല. ക്ഷമ ചോദിക്കാൻ പോലും അവസരമില്ല. എൻ്റെ മോളേന്ന് വിളിച്ച് ഒന്ന് കരയാം, അതിനുള്ള അവസരം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അതാണ് അവസാന ശ്വാസം. മനു ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കട്ടോ. അത്ര പകയോടുകൂടി ബാലചന്ദ്രൻ പറയുകയാണ് വീണ്ടും, അന്ന് എനിക്ക് ശാപമോക്ഷം കിട്ടും.
അതെനിക്ക് ഉറപ്പാണ്, അത് മതി. മനുവിന് ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. എത്ര പറഞ്ഞാലും ബാലചന്ദ്രൻ്റെ മനസ്സ് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞെന്ന് മനു ചിന്തിക്കാൻ കേട്ടോ. എന്നിട്ട് മനു പറയണം, ഇനി ഞാൻ നിൽക്കുന്നില്ല, പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല, ഞാൻ ഇറങ്ങാം അങ്ങളെ എന്നും പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ നമ്മുടെ ശിവനും രാജീവും കൂടെ നേരെ വൈജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അവർ തീരുമാനിക്കുന്നുണ്ട് വൈജയ്ക്ക് ഇനി അധികം സപ്പോർട്ടൊന്നും കൊടുക്കണ്ട, എന്നാൽ അവൾ വീണ്ടും നമ്മളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, നമുക്കിത് വെറുപ്പാണെന്നുള്ള രീതിയിൽ അങ്ങ് സംസാരിക്കാം, അതാ നല്ലത്. അങ്ങനെയാണ് അവർ അകത്തേക്ക് ചെല്ലുന്നത് കേട്ടോ. എന്നിട്ട് സുഖമാണോ, എങ്ങനെയുണ്ട് എല്ലാം ചോദിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, ഗംഗേട്ടൻ പോയോ എന്നൊക്കെ ചോദിക്കുക. ഗംഗേട്ടൻ പോയി, ഗംഗേട്ടൻ വന്ന് എന്നെ കുറേ വഴക്ക് പറഞ്ഞു എന്നൊക്കെ വൈജ പരാതിയും പറയാണ്. അങ്ങനെ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ശിവനും അതുപോലെ രാജീവനും കൂടെ വൈജയോട് സംസാരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ തന്നെ ഇവിടുത്തെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും നീ നേരെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കെല്ലാം ചോദിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, നീ ഇനി നിങ്ങൾ സമാധാനത്തോടെ ഒക്കെ പോകണം. കാര്യം അത് ശരി, ഞങ്ങൾക്കിപ്പോൾ അവളോട് വെറുപ്പൊന്നുമില്ല. അവളപ്പോൾ നിങ്ങളെയും കയ്യിലെടുത്ത് കഴിഞ്ഞുവല്ലേ, പിന്നെ കയ്യിലെടുത്ത് ഇങ്ങനെ അമ്മാനെ മാട്ടിക്കൊണ്ടിരിക്കല്ലേ, ഒന്ന് പോയേ, മിണ്ടാതിരിക്കുക വൈജയെ. അല്ല, എൻ്റെ സമാധാനം എന്നേ നഷ്ടപ്പെട്ട് കഴിഞ്ഞതാ. ആ കഴക്കൂട്ടത്ത് നിന്ന് ഒരുത്തിയെ പിടിച്ചുകൊണ്ട് വന്നില്ലേ, അവൾ വന്നതിന് ശേഷം തന്നെയാണ് എൻ്റെ സമാധാനക്കേടെല്ലാം തുടങ്ങിയത് എന്ന് വൈജ പറയുന്നുണ്ട് കേട്ടോ. എടി, നീ ഇനി അതൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഒന്നും പറയണ്ട, ഞങ്ങളെ ഇതിനൊന്നും കൂട്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തായാലും അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്ന് അറിഞ്ഞതോടെ നിങ്ങൾ മറുകക്ഷത്തേക്ക് കൂറുമാറിയല്ലേ. പിന്നെ ബാലചന്ദ്രൻ മകളെ ഉപേക്ഷിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ വേറെ വഴിയുമില്ല. ഞങ്ങൾ അവളെ അംഗീകരിച്ചു ബാലചന്ദ്രൻ മകളായിട്ട്. അവളിപ്പോൾ അവിടുത്തെ കുടുംബ അംഗമാണ്. നിങ്ങൾ ആരൊക്കെ അംഗീകരിച്ചാലും ഞാൻ അംഗീകരിക്കണ്ടേ? നീ അംഗീകരിച്ചാലും പിന്നെ അവളെ എൻ്റെ വീട്ടിൽ ഏച്ചിൽ തിന്നാൻ വരുന്ന തെരുവ് പട്ടിയെ പോലും ഞാൻ അംഗീകരിക്കില്ല. പക്ഷേ നിനക്കാണ് നഷ്ടം, നിനക്ക് നിൻ്റെ മക്കൾക്ക് മാത്രമാണ് നഷ്ടം. നീ അത് ആലോചിച്ചോ, ആ നഷ്ടം ഞാൻ അങ്ങ് സഹിച്ചോളാം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞാൽ ബില്ല് അങ്ങോട്ട് കൊടുക്കട്ടോ. ഇത് ഹോസ്പിറ്റൽ ബില്ലല്ലേ? അതെ, ബാലചന്ദ്രൻ ഇതെല്ലാം പേ ചെയ്തു, പക്ഷേ നീ റീഫണ്ട് ചെയ്യണം. എന്തിനാ റീഫണ്ട് ചെയ്യണേ? ഒരു ഭാര്യയ്ക്ക് ചെയ്യേണ്ട കടമയല്ലേ അയാൾ ചെയ്യുന്നത്. അതിന് ഭാര്യയ്ക്ക് ചെയ്യേണ്ട കടമയാണെങ്കിലും നീ അങ്ങനെയല്ലല്ലോ ചിന്തിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നീ അയാളുടെ ഭാര്യയായിട്ടാണോ വീട്ടിൽ ചെല്ലുന്നത്? നീ ഡിവോഴ്സിന് പോവുകയും മക്കളെയും കൊണ്ട് വെളിയിൽ എവിടെ ഫ്ലാറ്റിലോ വേറെ എവിടെ വാടകയ്ക്ക് താമസിക്കാൻ പോവോ എന്നുള്ള തീരുമാനത്തിലല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ അയാളുടെ ഭാര്യ എങ്ങനെയാവും? ഡിവോഴ്സ് കിട്ടുന്നത് വരെ അയാളുടെ ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കണമെന്നാണല്ലോ. അതൊക്കെ നിൻ്റെ വിധി. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, ഇതിപ്പോൾ അയാളുടെ ഭാര്യയുടെ നീ അവിടെ ചെന്ന് കയറുവാണെങ്കിൽ ഈ പൈസ നിനക്ക് തരും. അല്ലാന്നുണ്ടെങ്കിൽ നീ ആ പൈസ തിരിച്ചു കൊറ്റേ പറ്റും. ഇനിയിപ്പോൾ നീ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കേണ്ടി വരും. അതോ ഞങ്ങൾ കൊടുക്കണോ നീ കൊടുക്കണോ എന്ന് ചോദിക്കുക. പിന്നെ പറയണ്ട്, ബാലചന്ദ്രൻ പറയണേലും ചില ന്യായങ്ങളില്ലേ? ന്യായമാണോ? അത് ശരി, അങ്ങനെ ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതോ ഞങ്ങൾ അടയ്ക്കണോ? പറ. വേണ്ട, നിങ്ങൾ അടയ്ക്കണ്ട, ഞാൻ തന്നെ അടച്ചോളാം. എന്നാൽ പിന്നെ ഈ പൈസ നീ ബാലചന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോ. ബാലചന്ദ്രൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് തന്നെ ചെയ്തേക്കണം. പിന്നെ അയാൾ നമ്മളോട് ചോദിക്കേണ്ട ഗതി നീ വരുത്തരുത്. ഇല്ല, വൈജയന്തി വാക്ക് പറഞ്ഞ വാക്കാണ്. അപ്പോൾ നിനക്ക് അയാളുമായി ഒത്തുപോകാൻ നിനക്ക് യാതൊരു പ്ലാനും ഇല്ലല്ലേ എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ്. ഇല്ല എന്ന് വൈജ ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയാട്ടോ. അതൊക്കെ തന്നെയാണ് എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്